നമസ്കാരം, ഞാൻ നന്ദകുമാർ. ടെക് ട്രാവലിംഗ് നന്ദകുമാറിന്റെ പുതിയൊരു ചെറിയ വീഡിയോ ആണ്. നമ്മുടെ കേരളത്തിലെ വികസനം നമ്മൾ കാണുകയാണ്. ഇതാണ് നമ്മുടെ കേരളത്തിലെ വികസനം. ശംഖുമുഖം കടപ്പുറം. കേരളത്തിലെ വികസനം കാണണമെങ്കിൽ നിങ്ങൾ ശംഖുമുഖം കടപ്പുറത്ത് വന്നാൽ മതി. കിലോമീറ്ററോളം വികസനം ആയി കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അങ്ങനെ ഞായറാഴ്ചയായിട്ട് ഒരു ചെറിയ റൈഡാണ്. കാലവർഷമൊക്കെ ശക്തമായി പെയ്തങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മളെ ഒന്ന് തീരദേശ മേഖലയിലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് യാത്ര ചെയ്യാമെന്ന്. അങ്ങനെ വേളി വഴി നേരെ ശംഖുമുഖം ആ ഭാഗത്ത് വരുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. യാത്രയിൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. വേളി റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലൂടെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് തന്നെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്. റെയിൽവേ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതില്ലെങ്കിൽ നമുക്ക് യാത്ര തുടങ്ങാം. അപ്പം വേളിയിൽ തന്നെ വളരെ ഫേമസായി അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് വില്ലേജ് ഉണ്ട്. വേളി ബോട്ട് ക്ലബ് എന്നാണ്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. വളരെ ടിക്കറ്റ് ചാർജൊക്കെ വളരെ കുറവാണ്. ബോട്ടിങ്, അതേപോലെ റെസ്റ്റോറൻറ്റ്, അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് പറ്റുന്ന വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം അതിനകത്ത് അവർ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ്. നല്ല കാനന ഭംഗി നിറഞ്ഞ തീരദേശത്തുകൂടി ഒരു ചെറിയ ബൈക്ക് റൈഡ്. മഴയൊക്കെ ഇങ്ങനെ പെയ്തു നിൽക്കുന്നത് കാരണം മരങ്ങളൊക്കെ നല്ല തളിരിട്ട് നിൽക്കുകയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും തീരദേശത്തൂടി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്ത ഒരു അനുഭവം കൂടിയുണ്ട്. ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഉപ്പിൻ്റെ അംശം ഇപ്പോൾ നമ്മുടെ റൈഡിങ് ഗ്ലാസ്സിലായാലും അതേപോലെ നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്സിലായാലും ഒക്കെ അതൊരു മങ്ങലേൽപ്പിക്കും. അത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഈ തീരദേശത്തൂടി 2-3 കിലോമീറ്ററിൽ കൂടുതൽ ട്രാവൽ ചെയ്യുന്നവർക്ക് അത് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. ക്യാമറയൊക്കെ ആണെങ്കിൽ അപ്പോഴെപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ വേളി ബോട്ട് ക്ലബിൻ്റെ അവിടെ നിന്ന് നേരെ പോകുന്നത് അടുത്തത് വെട്ടുകാട് ചർച്ചാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കണ്ണാംതുറ ചർച്ച്. അപ്പോൾ ഇവിടെ ഒന്നും ഇറങ്ങുന്നില്ല, ഇതെല്ലാം എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ എത്താൻ കഴിയുന്നതാണ് ശംഖുമുഖം ഭഗവതി ടെമ്പിൾ. അപ്പോൾ അതിൻ്റെ ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകളും നമ്മളെ ഈ വലിയ തോതിൽ പെയ്ത മഴയുടെ ഒരു ശക്തി എന്തെന്നറിയണമെങ്കിൽ നമ്മൾ ശംഖുമുഖം ബീച്ചിൽ തന്നെ വരണം. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ യാത്ര തുടങ്ങിയത്. എന്തായാലും കേരളത്തിൻ്റെ വികസനം എന്തെന്നറിയണമെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ശംഖുമുഖം ഒന്ന് കണ്ടാൽ മതി. ആ ഒരു പ്രതീക്ഷയുമായാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ വളരെ തിരക്കൊക്കെ കുറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം കാണും. ഇതാണ് നമ്മുടെ ശംഖുമുഖം. ആ നേരെ കാണുന്നത് ക്ഷേത്രത്തിലെ ഒരു ആർച്ചാണ്, ഗോപുരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇടത് ഭാഗം ക്ഷേത്രവും വലത് ഭാഗം ശംഖുമുഖം തീരവും പാർക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഇതിൻ്റെ നടുവിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു നീങ്ങുന്നത്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ആരെയും ഭയപ്പെടുത്തുന്ന ഒരു മേഖലയിലേക്കാണ്. ഇവിടെ ഒരു ഇന്ത്യൻ കോഫി ഹൗസൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. പുരോഗമനം അത്രയ്ക്കായിട്ടുണ്ട്.
അങ്ങനെ നമുക്ക് അങ്ങ് എൻഡിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് തുടങ്ങി വരാം. അങ്ങ് എൻഡിലാകുമ്പോൾ കുറച്ച് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളൊക്കെ താമസിക്കുന്നുണ്ട്. അവരുടെ അവസ്ഥ എന്തൊക്കെയാവുമെന്നോ അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇനി അകത്തോട്ടൊന്ന് സാവകാശം വരാം. സമയം ഒരുപാടുണ്ടല്ലോ. ഒരിക്കൽ ഞാൻ ഇതേപോലെ ശംഖുമുഖത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ കടൽക്ഷോഭമൊക്കെ ആയി കിടക്കുന്ന സമയമാണ്. ഇങ്ങനെ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ കടൽ റോഡിൽ വന്ന് തന്നെ ബൈക്കോട് കൂടി അടിച്ചെടുക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. ആ വീഡിയോ യൂട്യൂബിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് നേടിത്തന്നൊരു വീഡിയോ ആണ്. 30K വ്യൂസ് എന്തോ ഇപ്പോഴും അതിലുണ്ട്. പിന്നെ ആരെയും ഭയപ്പെടുത്തുന്ന ഭീകരത നിറഞ്ഞ ആ ഒരു കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് ഇതൊന്ന് കൺകുളിർക്കെ കാണാം. നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമാണ് ഇത്. പണ്ട് ശ്രീരാമന് ശ്രീലങ്കയിലേക്ക് പോകാനായി ഹനുമാനും വാനരസംഘവും ഒരു പാലം നിർമ്മിക്കുകയുണ്ടായി. രാമേശ്വരത്ത് നിന്നും ശ്രീലങ്ക വരെയാണ് ആ പാലം നിർമ്മിച്ചത്. ഹനുമാനും വാനരസംഘവുമാണ് അത് നിർമ്മിച്ചത്. ആ പാലത്തിന് ഇന്നും ഒരു കേടുപാടും പറ്റാതെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ തീരദേശങ്ങളെല്ലാം ഇങ്ങനെ തകർന്നടിഞ്ഞു പോകുന്നത്? പഠനം ആ കാലഘട്ടത്തിൽ നിന്നും തുടങ്ങണം. അതാണ് സത്യം. മുപ്പത് 40 മീറ്റർ നീളമുള്ള ഒരു കടൽ തീരം സംരക്ഷിക്കാൻ കഴിയാത്ത നമ്മൾ എങ്ങനെയാണ് ഒരു നാട് സംരക്ഷിക്കപ്പെടുന്നത്? ഇനി ഈ നാട്ടിൽ വരുന്ന ഏറ്റവും വലിയ പ്രളയങ്ങളെ എങ്ങനെ നേരിടും? 10-15 ദിവസം തോരാതെ നിൽക്കുന്ന മഴ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം. നമ്മുടെ പൂർവികർ അതൊക്കെ നേരത്തെ കൂട്ടി പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ ഇന്നും നമ്മുടെ കയ്യിലുണ്ട്. അത് കാണാതെ പുതിയ ലോകത്തിൻ്റെയും പുതിയ അറിവിൻ്റെയും കൂടി പാറിപ്പറക്കുമ്പോൾ നമുക്ക് നാശനഷ്ടങ്ങളും ആൾബലങ്ങളും കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തായാലും നമ്മുടെ ഈ കടൽ തീരം ആകെപ്പാടെ തകർന്നു വരുന്നതാണ്. കൊച്ചുകുട്ടികളൊക്കെ വളരെ സൂക്ഷിക്കണം. ഒരു കാരണവശാലും കൊച്ചുകുട്ടികളെ കൊണ്ടുവന്ന് ഈ തീരദേശത്ത് കാഴ്ചകൾ ആസ്വദിക്കാൻ കൊണ്ട് നിർത്തരുത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം പണ്ട് ഇതിലെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഭാഗമാണ്. ഇപ്പോൾ ഈ ഒരു പാത ബ്ലോക്ക് ചെയ്തേക്കുകയാണ്. അപ്പുറത്തൂടെയാണ് ഇപ്പം പോകാൻ കഴിയുന്നത്. ഇവിടെ 2 വരി പാതയുണ്ടായിരുന്നു. ഒരു വരി പൂർണ്ണമായും കടലെടുത്തു കഴിഞ്ഞു. ഇനി ഒരു വരിയിൽ കൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം പോകുന്നത് ആ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ പാതയിലൂടെ നമുക്കൊന്ന് പോകാം. ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിരോധന മേഖലയല്ല. തൽക്കാലം അവിടെയുള്ള സമീപവാസികൾക്കൊക്കെ പോകാൻ കണക്കിനുള്ളതാണ്. വലിയ വലിയ വാഹനങ്ങൾ കടത്തിവിടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ആ ഭാഗത്തുകൂടി ഒന്ന് വണ്ടി ഓടിച്ച് നോക്കുകയുണ്ടായി. അപ്പോഴേക്കും ഈ റോഡിൻ്റെ അടിഭാഗത്തൊന്നും വന്നില്ല. കംപ്ലീറ്റ് ഈ പൊള്ള പോലെയാണ് മോൾഭാഗിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അവർ അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ശക്തമായ ഒരു പഠന നിലവാരമില്ലാതെ ഈ മേഖല നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതെല്ലാം ഇതിനപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യുന്ന വിദഗ്ധരായ ആൾക്കാരുള്ള നമ്മുടെ ഭാരതത്തിലാണ് ഈ ഒരു ചെറിയ പ്രശ്നമായിട്ട് ഇങ്ങനെ ഇളക്കി മറിക്കുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് മരണങ്ങൾ സംഭവിക്കാം. ടൂറിസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരെ ഇവിടെയൊക്കെ വന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ കൂടെ കുട്ടികളും ആൾക്കാരൊക്കെ കാണും. അപ്പം അതൊക്കെ വളരെ വലിയ അപകടത്തിലോട്ട് പോകാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കടന്നു വരുന്നത് അടുത്ത ആ ഒരു അപകടം നിറഞ്ഞ ഒരു വരിപ്പാതയിലോട്ടാണ്. ആയിരക്കണക്കിന് ആൾക്കാർ
ഞായറാഴ്ചയും ശനിയാഴ്ചയും ആ സായാഹ്ന സമയത്ത് ഇരിക്കുന്ന ആ ഒരു മേഖലയിലൂടെയാണ് ഞാനിപ്പോൾ വാഹനം ഓടിച്ച് പോകുന്നത്. ഇവിടെ ചുവന്ന കൊടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഡേഞ്ചർ സോൺ എന്നാണ്. കാര്യം ഇവിടെ ഒന്നും നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പാടില്ല. ആ റോഡിൽ കിടക്കുന്ന വെള്ളം കണ്ടോ, അത് മഴ പെയ്ത് കെട്ടി നിൽക്കുന്ന വെള്ളമല്ല, ഈ കടൽ അടിച്ചു കയറി വരുന്ന ഒരു കാഴ്ചയാണ്. ഈ കടൽ താഴെ കിടക്കുന്നുണ്ടോ, മുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 2-3 ആൾ ഹൈറ്റിനാണ് ഈ ആഴം താഴേക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് ചാടി കയറി രക്ഷപ്പെടാനൊന്നും പറ്റില്ല. വലിയ തിര വരണമെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം, അത്രയും പാറക്കല്ലുകളാണ് ഇതിൻ്റെ അടിയിൽ അടിച്ചിട്ടേക്കുന്നത്. ആദ്യത്തെ വീഴ്ചയിൽ തന്നെ ഒന്നിനും നമ്മളെ കൈകാൽ മുറിയുകയോ ഒടിയുകയോ തല പൊട്ടുകയോ ഒക്കെ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു വേദനയിൽ നമുക്കൊരിക്കലും ചാടിക്കയറി രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഈ ഞാൻ നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് നേരെ കാണുന്ന ആ പാത പൂർണ്ണമായും ഒരു ബ്ലോക്ക് ചെയ്തു. ഇപ്പുറത്തെ കടൽ ഇപ്പുറം സൈഡ് ഉള്ള റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും അപ്പുറത്തുള്ള ഒരു പാതയുണ്ട്, ഡിവൈഡറിന് അപ്പുറത്തുള്ള ഒരു പാതയുണ്ട്. അപ്പോൾ അതിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാഴ്ച കാണുന്നത്. ശക്തമായ തിരമാലകളുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ പാതയിലോട്ടും കടന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഇത്രയും കണ്ടിട്ട് ഇതൊക്കെ നമ്മളെ കാഴ്ച കണ്ടോ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. കാര്യം കംപ്ലീറ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞു കിടക്കുന്ന ഒരു നമ്മുടെ പഴയ ഇന്ത്യൻ ഓഫീസിൻ്റെ ഒരു അവസ്ഥയാണ് ഇതോ കാണുന്നത്. കണ്ടോ? അപ്പോൾ എല്ലാവരും ഇതൊക്കെ സൂക്ഷിക്കണം. ഇതിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. അപ്പം നമുക്ക് ഇനി ഈ പൊളിഞ്ഞതുകൊണ്ട് ബ്ലോക്ക് ചെയ്ത ആ പാതയിലോട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒരുപാട് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നതാണ്. ആരെയും ഇപ്പം കാണാനില്ല. വള്ളവും വലയും കാണാനില്ല. അപ്പം നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന പാതയുടെ പകുതി വരെ പോയിട്ട് നമുക്ക് പകുതി വരെ പോയി ട്രാവൽ ചെയ്ത് തിരിച്ചു വരാം. ഓക്കെ. അപ്പോൾ പണ്ട് ഞാൻ ഈ പോകുന്ന പാതയിലൂടെ വാഹനങ്ങൾ അനവധി വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്തുകൂടിയാണ് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വാഹനമായി പോകുന്നത്. അങ്ങറ്റം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു. ഇടത് സൈഡ് വലത് സൈഡ് കടലിൻ്റെ ആ ഒരു ശക്തമായ തിരമാലകൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇല്ലെങ്കിൽ ഈ റോഡിലോട്ട് തിരമാലകൾ അടിച്ച് വീഴുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ പോകുമ്പം തിരമാലകൾ വേണമെങ്കിൽ നമ്മുടെ പുറത്തൂടെ വന്ന് വീഴും. അത്ര പവർഫുള്ളിലാണ് തിര അടിക്കുന്നത്. അപ്പോൾ ഈ റോഡ് മൊത്തമായും അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കുകയാണ്. ഇനി ഇത് അതിനെ ഡെവലപ്പ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയണ്ട. കാര്യം എൻ്റെ അടിഭാഗത്ത് മണ്ണൊന്നും കാണില്ല. കംപ്ലീറ്റ് കടൽ തോണ്ടിയെടുത്തുകൊണ്ട് പോയി കാണും. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തുള്ള റോഡിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം താരപ്പാര വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ശംഖുമുഖത്തിൻ്റെ അവസ്ഥയും കാഴ്ചകളുമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. കാര്യം ഒരു അപകട സൂചന ആയതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. കുട്ടികൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കണം.